ഹലോ, ഇപ്പോൾ സമയം വൈകിട്ട് 8 മണി കഴിഞ്ഞു. ഇന്ന് കുറച്ച് തിരക്ക് പിടിച്ച ദിവസമായിരുന്നു. ഇന്നത്തെ എൻ്റെ ദിവസം കുഞ്ഞുങ്ങളോടൊപ്പം എങ്ങനെ വേഗം പോയെന്നേ അറിയില്ല. ഇതാണ് എൻ്റെ ഇളയ കുട്ടി. കുഞ്ഞിനെ മടിയിലിരുത്തി ഉറക്കി കുഞ്ഞിനെ ബെഡിൽ കിടത്തി. ആശാൻ ഉറങ്ങിയ ആ സമയം കൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട്. പിന്നെ ഇപ്പോഴും ഞാൻ കുഞ്ഞിനെ ഈ ബെഡിലാണ് കിടത്തുന്നത്, നെറ്റുള്ള ബെഡിൽ. കാരണം കൊതുകിൻ്റെ ശല്യം കുറച്ച് കൂടുതലാണ് രാത്രി സമയങ്ങളിൽ. അപ്പോൾ പതിയെ ഒരു സൗണ്ടും കേൾക്കാൻ, എന്തെങ്കിലും ഒരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണരാതിരിക്കുന്ന ആളാണിത്. അപ്പോൾ പതുക്കെ ഫുൾ കവർ ചെയ്ത് കുഞ്ഞിനെ നെറ്റിനകത്ത് കിടത്തി. കമഴ്ന്ന് വീഴാൻ തുടങ്ങിയ പിന്നെ തൊട്ട് എനിക്ക് കുറച്ച് പേടിയാണ് ഈ ബെഡിൽ കിടത്താൻ. ഞാൻ എപ്പോഴും എൻ്റെ കണ്ണ് ഫുൾ ഇവിടെ ആയിരിക്കും. പിന്നെ ഇതെൻ്റെ ബുക്കാണ്. എന്തെങ്കിലും ഐഡിയാസൊക്കെ വരുമ്പോൾ എനിക്ക് കുത്തിക്കുറിക്കാൻ വേണ്ടി ഞാനൊരു ബുക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബുക്കെടുത്ത് റെഡിയായി എനിക്ക് വേണ്ടി കുറച്ച് സമയം ഞാൻ മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇടയ്ക്ക് ഓർക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളിതുപോലെ ബുക്കിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ നാളെ നമുക്ക് പിന്നെ ഇതിൽ നോക്കിയാൽ മതി എന്തെല്ലാം പ്ലാൻ ചെയ്യണം, ആ ഒരു ഐഡിയ കാണും എന്തെല്ലാം ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ പണിയിലേക്ക് ഇരുന്നു. കാരണം കുഞ്ഞുണരുന്നതിന് മുമ്പേ കുറച്ചൊന്ന് കുറിച്ച് വെക്കണം. അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും മൂത്ത കുട്ടിയാണ് അവിടെ ഇരിക്കുന്നത്. ആൾക്ക് പിന്നെ ഡിന്നറ്, ഇളയാൾ എഴുന്നേൽക്കുന്നതിന് മുമ്പേ ഡിന്നർ ആക്കി കൊടുക്കണമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ലൈറ്റായിട്ട് ഉള്ള ഫുഡാക്കിയാൽ മതി. ഇന്ന് മുതിര പുഴുങ്ങിയത് ഇരിപ്പുണ്ട്, പിന്നെ കുഞ്ഞിനൊരു ഗ്ലാസ് പാലും കൊടുക്കാമെന്ന് വിചാരിച്ചു. അവൻ പാല് മാത്രമായിട്ട് കുടിക്കത്തില്ല. ഞാൻ അതിലായിട്ട് ഇച്ചിരി ബൂസ്റ്റ് അങ്ങനെ കുറച്ച് മാത്രം ആഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അതാണെങ്കിൽ പിന്നെ കുടിച്ചോളും കുഞ്ഞ്. അപ്പോൾ എനിക്ക് ഇന്ന് വലുതായിട്ട് ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും വേണ്ടാത്തതുകൊണ്ട് ഞാനും ഇന്നത് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം എടുത്ത് ഞങ്ങൾ കഴിക്കാനായിട്ട് പോയിരുന്നു. മൂത്താളോടെ ഇരിപ്പുണ്ട് കേട്ടോ, കാർട്ടൂൺ കാണുവാണ്. പിന്നെ മുതിര പൊതുവേ കുഞ്ഞിന് ഇഷ്ടമാണ്. അവൻ കഴിക്കുമോ എന്ന് നോക്കാം. കാരണം പൊതുവെ ഇപ്പോൾ വിശപ്പില്ലെന്നാണ് പറഞ്ഞത്. അപ്പോഴേക്കും ആൾ എഴുന്നേറ്റിട്ടുണ്ട്. കാരണം പൂച്ച ഉറക്കമെന്ന് പറയത്തില്ലേ, അങ്ങനെ ഉറക്കമായി. കാരണം ഇപ്പോൾ ഇപ്പം വളർന്നു വരുന്നതനുസരിച്ച് കുഞ്ഞിൻ്റെ ഉറക്കവും കംപ്ലീറ്റ് ചേഞ്ച് ആവുന്നുണ്ട്. ആളിടയ്ക്ക് ഉറങ്ങും, പിന്നെ കുറേ നേരം കളിക്കും. അങ്ങനെ കംപ്ലീറ്റ് ഒരു ഉറക്കം വരും. കാരണം ഇപ്പം യൂറിൻ പാസ് ചെയ്തുകൊണ്ടാണ്. കാരണം ക്ലോത്ത് ഡയപ്പർ ഉപയോഗിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് വെറ്റാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞ് പെട്ടെന്ന് ഉണരും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണരുകയും ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ ഇതെല്ലാം ചേഞ്ച് ചെയ്ത് ഞാൻ ഇനി ഇപ്പോഴും ഉറക്കുന്നില്ല എന്ന് വിചാരിച്ച ആളെ. കാരണം ഉണ്ടാക്കിയ ഫുഡാണെങ്കിൽ തണുത്ത് കഴിഞ്ഞാൽ പിന്നെ മൂത്ത ആൾക്കും കൊടുക്കണമാണ്. മൂത്ത ആളും ഇപ്പോൾ ഉറങ്ങുന്ന ടൈമായി. അങ്ങനെ ഞാൻ എല്ലാം ഓക്കെ ആക്കി. ഇപ്പം കമന്ന് വീഴുന്നതും കൊണ്ട് എപ്പോഴും കുഞ്ഞിൻ്റെ അടുത്ത് തന്നെ എപ്പോഴെപ്പോഴും വന്ന് നോക്കണം. കാരണം മൂക്കൊക്കെ എപ്പോഴും ബെഡിലോട്ട് അമങ്ങിയിരിക്കുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയിൽ ഞാൻ എപ്പോഴെപ്പോഴും വന്ന് നോക്കും. അങ്ങനെ കുട്ടീനെ എടുത്ത്, കാരണം പായിൽ കുറച്ച് നേരം ഞങ്ങളവിടെ ഇരിക്കുന്ന സമയത്ത് ഒക്കെ കുഞ്ഞിനെ ഞാൻ പായ കിടത്താറുണ്ട്. അപ്പോൾ കുഞ്ഞും സേഫ് ആയിരിക്കുമല്ലോ, കാരണം നമുക്ക് പേടിയില്ല. പിന്നെ ഞാൻ പായ ഇട്ട് കഴിഞ്ഞ് ഇപ്പോൾ അതിൻ്റെ മുകളിലൊരു ബെഡ്ഷീറ്റ് വിരിക്കാറുണ്ട്. കാരണം ഇപ്പം കുഞ്ഞ് കമന്ന് വീഴുന്നത് കൊണ്ട് തല എപ്പോഴും തറയിൽ വന്ന് മുട്ടുന്നുണ്ട്. അപ്പോൾ അത്രയും വേദനയാവാതിരിക്കാൻ വേണ്ടി കുഞ്ഞ് ഞാനൊരു ബെഡ്ഷീറ്റ് അടിയിൽ വിരിക്കാറുണ്ട്. എന്നാൽ പോലും ബെഡ്ഷീറ്റ് കഴിഞ്ഞ ആൾ റോൾ ചെയ്താൽ പോകുന്നത്. കാരണം കുഞ്ഞ് ഇപ്പോൾ മൂത്താളും അതുപോലെ ആയിരുന്നു, റോള് ചെയ്തായിരുന്നു പോകുന്നത്. ഈ പറഞ്ഞാൽ വലിയ നീന്തത്തില്ലായിരുന്നു. അപ്പോൾ ആളും ഈ പായൊക്കെ കടന്നിപ്പം വെളിയിലോട്ട് പോകും. അതുകൊണ്ട് ഞാനൊരു തലയാണ് അവിടെ വെച്ചത്. പിന്നെ ഞങ്ങളും കുട്ടിയുടെ അടുത്ത് തന്നെ ഇരുന്ന് ഇതുപോലെ ഫുഡാണെങ്കിൽ കുഞ്ഞിൻ്റെ അടുത്ത് ഒന്ന് മാറ്റി വെച്ചിരിക്കുന്നു. കാരണം ചൂടായതുകൊണ്ട് ദേഹത്ത് വീഴാതൊക്കെ അവൻ്റെ സേഫ്റ്റി നോക്കി. അങ്ങനെ ഞങ്ങൾ കഴിക്കാനായിട്ടിരുന്നു. ഇപ്പോൾ തന്നെ അതൊക്കെ ഒന്ന് ചൂടാറിയിട്ടുണ്ടായിരുന്നു ആഹാരമൊക്കെ. അങ്ങനെ ആൾക്കും കൊടുക്കുകയാണ്. മൂത്താൾ അങ്ങനെ മടി വെച്ചിരിക്കുക, കഴിക്കുന്നതായിരുന്നു. മുതിര ഇഷ്ടമാണ്, ആൾ കഴിക്കുന്നതാണ്. അങ്ങനെ ആൾക്ക് വേണ്ടി ഇതിന് മുതിര പുഴുങ്ങിയത് തന്നെ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അനിയനും ചേട്ടനുമുള്ള കളികളായി. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് അവരുടെ സ്നേഹപ്രകടനം കാണിക്കുകയാണ്.